ചുരുക്കം പറഞ്ഞാൽ വരും നാളുകൾ കണ്ണൂർ CPM-നെ സംബന്ധിച്ച് അതിഭീകരവും രാഷ്ട്രീയമായി കടുത്ത പ്രത്യാഘാതങ്ങൾ നിറഞ്ഞതുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കുകയും വിറപ്പിക്കുകയും ചെയ്ത ഒരു പത്രസമ്മേളനമാണ് കണ്ണൂരിൽ നടന്നത്. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ നെഞ്ചിലേറ്റിയ മുതിർന്ന നേതാക്കളായ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ചേർന്ന് നടത്തിയ ഈ വാർത്താ സമ്മേളനം പാർട്ടിക്കുള്ളിലെ ജീർണതകളെയും ചരടുവലികളെയും കേരള പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായി തുറന്നു കാട്ടുന്നതായിരുന്നു. കേവലം സാധാരണ നേതാക്കളല്ല, മറിച്ച് പയ്യന്നൂരിന്റെയും തളിപ്പറമ്പിന്റെയും ജനപ്രിയ MLA-മാരാണ് പാർട്ടിയുടെ നെടുങ്കോട്ടുകളെ വിറപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു തുറന്നു പറച്ചിലിന് തയ്യാറായത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ലെ തെറ്റായ പ്രവണതകൾക്കെതിരെയും വ്യക്തി കേന്ദ്രീകൃതമായ ജീർണതകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ചാണ് ഇരുവരും പാർട്ടിക്ക് പുറത്തേക്ക് വന്നത്. തുടർന്ന് സ്വന്തം സ്ഥാനാർത്ഥികളായി മത്സരിച്ച് CPM-ന്റെ കുത്തക സീറ്റുകളായിരുന്ന പയ്യന്നൂരും തളിപ്പറമ്പും ജനപിന്തുണയോടെ പിടിച്ചെടുത്ത് നിയമസഭയിലെത്തുകയായിരുന്നു ഇവർ. കഴിഞ്ഞ 2 ദിവസങ്ങളായി CPM-ൽ നടന്ന തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ആഭ്യന്തര ചർച്ചകളും അതിന്മേൽ പാർട്ടി തയ്യാറാക്കിയ ഔദ്യോഗിക റിപ്പോർട്ടുകളുമാണ് തങ്ങളെ ഇത്തരമൊരു അടിയന്തര പത്രസമ്മേളനത്തിലേക്ക് നയിച്ചതെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ തോൽവിക്ക് കാരണം ജനങ്ങളിൽ നിന്നും പാർട്ടി അകന്നതാണെന്ന് സംബന്ധിക്കാൻ അഹങ്കാരം അനുവദിക്കാത്ത സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് വഴിവെച്ചതെന്ന് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും തുറന്നടിച്ചു. കൂടാതെ ഈ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി TK ഗോവിന്ദൻ പറയുകയുണ്ടായി. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുൻ MLA-ക്കെതിരെ താൻ നേരത്തെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനോട് ഔദ്യോഗികമായി അന്വേഷണം ആവശ്യപ്പെടുമെന്നാണ് TK ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതായത് മുൻ MLA-യും നിലവിലെ CPM പാർട്ടി സെക്രട്ടറിയുമായ MV ഗോവിന്ദനെതിരെ അഴിമതി വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. MV ഗോവിന്ദൻ തളിപ്പറമ്പ് MLA ആയിരിക്കെ സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഉൾപ്പെടെ വൻ അഴിമതിയും ധനസമാഹരണ തട്ടിപ്പും നടന്നിട്ടുണ്ടെന്നാണ് TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അടിയന്തരമായി അന്വേഷണം ആവശ്യപ്പെട്ട് ഉടൻ തന്നെ കത്ത് നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതോടൊപ്പം പയ്യന്നൂരിലെ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ പാർട്ടി ഫണ്ട് തട്ടിപ്പിലും ഔദ്യോഗിക അന്വേഷണം ഉറപ്പായിട്ടുമുണ്ട്. ഇരുവരും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ഒന്ന് കാണാം. ഈ പറയുന്ന രീതിയിൽ അഴിമതി ആരോപണം സംബന്ധിച്ച് തളിപ്പറമ്പിൽ നിരവധി അഴിമതി പ്രശ്നമുണ്ട്. ഞാനത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 സംഭവത്തിൽ ഇത് ഫണ്ട് പാർട്ടി ഫണ്ടാണെങ്കിലും പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടാണ്. ഫണ്ട് എന്ന് പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ടാണ്. ആ ഫണ്ടിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് അഴിമതി കണ്ടെത്താനുള്ള ബാധ്യതയുണ്ട്. അത് പറ്റിയ സംവിധാനം ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ഭരണ സംവിധാനം വെച്ച് കണ്ടെത്തും. അതുപോലെ തളിപ്പറമ്പിനെ സംബന്ധിച്ച് നിരവധി അഴിമതി കേസുകളുണ്ട്. ആ അഴിമതി ഹാപ്പിനെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം സംബന്ധിച്ച് സാധാരണക്കാരുടെ പണമാണ്, അത് പാർട്ടിക്കകത്ത് മാത്രം ചർച്ച ചെയ്ത് അവിടെ തീരുമാനമായി പോകേണ്ടതല്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പണത്തെ കുറിച്ച് വലിയൊരു ക്രമക്കേട് ഉന്നയിക്കുമ്പോൾ അതിലൊരു അന്വേഷണം അത് വിജിലൻസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ അവിടെ തീരുമാനമായി പോകേണ്ടതല്ല. അല്ല, കോൺഗ്രസിന് അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ നേരത്തെ. ഒരു അന്വേഷണത്തെ നമ്മൾ എതിർക്കുന്നില്ല, പക്ഷെ ഞാനായിട്ട് ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ് അതിന് ഇത്ര ഈ അഴിമതി സംബന്ധിച്ചുള്ള അന്വേഷണം ഞാനേതായാലും ഈ തളിപ്പറമ്പിലെ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഒട്ടേറെ അഴിമതികൾ അവിടെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പലതും അവിടെ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കാര്യങ്ങൾ കുറേശ്ശായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്.